പറയും യാത്ര ഒരിക്കലും അങ്ങനെ മടുക്കുന്നതല്ലല്ലോ, ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. ഈ പറയുന്ന സംഭവമൊക്കെ ശരിയാണ്, ലഹരിയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും ഒരു ലിമിറ്റ് വരെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു പെണ്ണ് കിട്ടുകയാണെങ്കിലും, നിങ്ങളൊരു പുതിയ കാറ് വാങ്ങുകയാണെങ്കിലും 5 ലക്ഷം രൂപ മാസ ശമ്പളം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കുറച്ച് മാസം മാത്രമേ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് വലിയൊരു ഇത് ഉണ്ടാവില്ല, അതിൽ വലിയൊരു സംഭവം തോന്നുകയില്ല. ഗൈസ്, ഇപ്പോൾ ഉള്ളത് മൊണാസിലാട്ടോ. അതായത് ഇത് ജക്കാർത്തയുടെ ഒരു ഐക്കണാണ് ഇവിടെയുള്ള മൊണാസ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഹൈറ്റ് ഞാനിപ്പോൾ എത്രയാണ് സൈഡിൽ കൊടുക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലോണം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മളെ നാട്ടിലെ ഇന്ത്യ ഗേറ്റ് ഇല്ലേ, ഇന്ത്യയിലത്തെ ഇന്ത്യ ഗേറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏതെങ്കിലും ഫോറിനേഴ്സ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒന്ന് ഇന്ത്യ ഗേറ്റ്, അതുപോലെ തന്നെ താജ്മഹൽ, പിന്നെ കുത്തബ് മിനാർ. കുറേ ആൾക്കാരൊക്കെ പോകാറുണ്ട്. എന്നാലും ഈ രണ്ട് സ്പോട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരാറുള്ളത്. അതുപോലെ നിങ്ങൾ ഇന്തോനേഷ്യയിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ മെയിനായിട്ട് ജക്കാർത്താണ് ഇവിടുത്തെ ക്യാപിറ്റൽ. ജക്കാർത്തയിൽ വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. കുഴപ്പമില്ല, ഇവിടെ ബസ്സുണ്ട്. ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ബസ് ഉണ്ടാവും. വലിയ ക്യാഷും ഇല്ല, ജസ്റ്റ് ഇതൊക്കെ ഫ്രീ എൻട്രി ആണ്, വലിയ പൈസയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ടൂറിസ്റ്റേഴ്സ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു ബീച്ച് പോലെയൊക്കെ തോന്നും. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ചെറിയൊരു വണ്ടി ഉണ്ട് കേട്ടോ, ട്രാൻസ്പോർട്ടേഷൻ തന്നെ. നമ്മുടെ നാട്ടിലെ ഇതൊക്കെ അല്ലേ ഈ താജ്മഹലൊക്കെ ഉള്ള ഇറ്റാലി, ആ സംഭവം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആട്ടോ ഇന്തോനേഷ്യയിലത്തെ. മാത്രമല്ല എൻ്റെ ട്രാവൽ ഏകദേശം നമ്മൾ ഈ ഒരു മിഷൻ ഏകദേശം തീരാറായിട്ടുണ്ട്. ഞാൻ നാളെ ഇവിടുന്ന് ജക്കാർത്തയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതായത് 3 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിനു മുമ്പ് തലേ ദിവസം ഒന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ ഇന്തോനേഷ്യയിൽ എത്തിയിട്ട്, പക്ഷേ ഇതുവരെ ഇവിടെ ഒന്ന് കയറിയില്ല. ജസ്റ്റ് സിറ്റി കൂടെ അങ്ങനെ കറങ്ങി കളിച്ചു എന്നല്ലാതെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കയറി വിസിറ്റ് ചെയ്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 50 ദിവസം ആവാറായിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നല്ലോണം വെറുക്കുക എന്നല്ല, മടുത്തു പോയി. പക്ഷേ കുറേ ആൾക്കാർ പറയും യാത്ര ഒരിക്കലും അങ്ങനെ മടുക്കുന്നതല്ലല്ലോ, ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. ഈ പറയുന്ന സംഭവമൊക്കെ ശരിയാണ്, ലഹരിയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും ഒരു ലിമിറ്റ് വരെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു പെണ്ണ് കിട്ടുകയാണെങ്കിലും, നിങ്ങളൊരു പുതിയ കാറ് വാങ്ങുകയാണെങ്കിലും 5 ലക്ഷം രൂപ മാസ ശമ്പളം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കുറച്ച് മാസം മാത്രമേ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് വലിയൊരു ഇത് ഉണ്ടാവില്ല, അതിൽ വലിയൊരു സംഭവം തോന്നുകയില്ല. അപ്പോൾ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 30-35 ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകും. ആദ്യത്തെ ദിവസം അടിപൊളിയായിരുന്നു, പിന്നെ അങ്ങനെ അത് കുറഞ്ഞ് വരും. അപ്പോൾ അതുപോലെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, എൻ്റെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് മൊത്തം. എവിടെ പോയാലും എനിക്ക് ആൾക്കാരുമായിട്ട് അങ്ങനെ കമ്പനിയായി കൂടെ കൂട്ടാൻ വലിയൊരു. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ട്രാവൽ ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ, ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ മാത്രം ഏകദേശം ഒരു 150 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു 200 ദിവസമൊക്കെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ അത് പോസിബിൾ അല്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നാട്ടിൽ പോവാം, ഇന്ത്യയിൽ പോവാം, ഡൽഹിയിൽ പോവാം, അതിനുശേഷം നേരെ വീട്ടിൽ പോവാം. ഓക്കെ, അത് ഇപ്പോൾ ഭയങ്കര നല്ല ഫീലിങ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. കാര്യം അത് ഗൾഫിലൊക്കെ സാധാരണ നിൽക്കുന്ന ആൾക്കാർക്കറിയാം. വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ആദ്യം നമുക്ക് വീട് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, വീടൊരു സുഖമില്ലാത്ത ഏരിയ ആയിരിക്കും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതിന് പ്രത്യേക ഫീൽ ഉണ്ടാവും. ഇപ്പോൾ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് വീട് കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും. അപ്പം നമ്മൾ നേരെ ട്രാവലിങ്ങിലേക്ക് വരിക, പിന്നെ ട്രാവലിംഗ് മടുക്കുമ്പോൾ വീട്ടിൽ പോവുക, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈക്കിൾ പോലെ അങ്ങ് പോവാം. ഗൈസ്, സമയം ഇപ്പോൾ 9:45 കേട്ടോ. ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. 3 മണിക്കാണ് ഫ്ലൈറ്റ്, 11:30 ചെക്ക് ഇൻ തുടങ്ങും. അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിപ്പോയിട്ടോ, കാര്യം റൂമിലാണല്ലോ, നല്ലോണം ഉറങ്ങിപ്പോവും. എന്തായാലും കുറച്ച് വെള്ളം കുടിച്ച് നേരെ പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഒന്നുകിൽ നമ്മൾ വണ്ടിമേ പോകണം, അല്ലെങ്കിൽ ബസ് പോകണം, അല്ലെങ്കിൽ നമ്മൾ നടന്ന് പോകണം. എന്തെങ്കിലും ആക്കണം പെട്ടെന്ന്. ഗായ്സ്, 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാനിപ്പോൾ 1.5 കിലോമീറ്റർ ഇവിടുന്ന് നടന്നു. കാര്യം എന്താ അറിയോ, ഗ്രാബ് ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് 1 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയ കൊടുക്കണം. നാട്ടിൽ 500 രൂപ. നേരെ മറിച്ച് നേരെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ 100 രൂപ മതി. ഞാനിപ്പോൾ നടക്കുന്നതിൻ്റെ വില എത്ര അറിയോ, 400 രൂപ. ബസ്സിൽ പോകുന്നതിനെങ്കിൽ കുടുങ്ങാനും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സംഭവം ചെടിയാണ്, ഇപ്പോൾ ഈ മുടക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കാണാനൊരു രസമുണ്ട്. ചില സമയത്തേക്ക് തോന്നി നമ്മളെ കൊച്ചിനേക്കാൾ ഇത് എത്രയോ ദാരിദ്ര്യം പിടിച്ച ജില്ല അല്ല രാജ്യമാണ്.
എത്തിട്ടോ. ചെറിയൊരു സ്റ്റേഷനാണ്. ചെറുതെന്ന് വെച്ചാൽ അത്രയും ചെറുത്, കണ്ടില്ലേ മുമ്പ് അത്രയും ചെറുത്. ഗൈസ് ട്രെയിൻ പോയിട്ടോ. ഇനി അടുത്ത അരമണിക്കൂറായിട്ട് ട്രെയിൻ ഉണ്ട്. പക്ഷേ ഇതൊരു മിനിറ്റ് വ്യത്യാസത്തിലായിട്ട് പോയി. 11:05 അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഒരു 11:55 ആയി. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. പിന്നെ ATM പോയി ക്യാഷ് എടുത്ത് വന്നാൽ തിരിച്ചങ്ങോട്ട്. അപ്പോൾ അവന് ഒരു നിലക്കും കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാം ദേഷ്യം പിടിച്ചിട്ട് കത്തി നിൽക്കുക. പിന്നെ ഇടവ പോയി കണ്ട് ഇത് ചോദിച്ച് ATM കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്ത്. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്ക് 11:06 പോയി. പിന്നെ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞു ആ ട്രെയിനിൽ കയറാൻ പറ്റൂല. നിയമവശാൽ നോക്കുമ്പോൾ എല്ലാം ശരിയാണ്. പക്ഷേ എന്തോ ഒരു ഇത് ഇനിയിപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആടുന്ന് ഓടിക്കതിച്ച് വന്ന പിന്നെ വണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോപ്പുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ ഇവിടെ ചെറിയ ചോറ് കിട്ടും. ഇതിന് ഇവിടുത്തെ 10,000 കേട്ടോ വരുന്നത്. 10,000 എന്ന് വെച്ചാൽ 50 റുപ്യ 50 ഉള്ളൂ കേട്ടോ. ഇതൊന്നും എടുത്തോ. പിന്നെ ഇതിനില്ലേ, ഇത് സാധാരണ വടയും കടിയൊക്കെ അല്ലേ, സമൂസ അങ്ങനത്തെ ഐറ്റംസൊക്കെ, അതിന് 5,000 ഉള്ളൂ. എന്ന് വെച്ചാൽ നാട്ടിലെ 25 റുപ്യ. അത് ഓക്കെയാണ്, ബേർത്താണ്. ഏകദേശം സെയിം ആണ് നമ്മുടെ നാടുമായിട്ട് പ്രൈസ് വെച്ച്. ചെറിയൊരു എമൗണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു എന്നാട്ടോ പറഞ്ഞേ. ഇതെന്താ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ കേട്ടോ. കറിയുണ്ട്, ചട്നി, നമ്മുടെ നാട്ടിലെ ചട്നി. അപ്പുറത്തെ സ്റ്റേഷനിൽ കുറേ ആൾക്കാരുണ്ട്, ഇവിടെ ആരുമില്ല. എയർപോർട്ട് സൈഡിലേക്ക് എനിക്ക് വന്ന പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരുണ്ടാവില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് എയർപോർട്ടിലേക്ക് കേട്ടോ. ബാക്കിയുള്ളൊക്കെ ഏകദേശം 3,000-4,000 മതി. എന്ന് വെച്ചാൽ ഏകദേശം ഇവിടുത്തെ ഒരു 10-15 റുപ്യൊക്കെ മതി. പക്ഷേ എയർപോർട്ടിലേക്ക് മാത്രം മിനിമം ഒരു 100-150 അല്ലെങ്കിൽ 200 ആ റേഞ്ചിൽ തന്നെ പോകും. ഇനിയിപ്പോൾ ബാക്കിയുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യയിലെത്താം. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 8:30 ആകുമ്പോഴേക്ക് മുംബൈയിലെത്തും. ചെറിയൊരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഡൂറിയിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. അല്ലെ ഡൂറി എന്ന് എൻ്റെ പേരായിരിക്കും. പക്ഷെ നമ്മളെ ട്രെയിൻ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല അടിപൊളി സാധനമായിരിക്കും കേട്ടോ. ഇതൊരു തരം മെട്രോ രൂപത്തിലുള്ളൊരു Soekarno-Hatta International Airport Station. Perhatian, untuk beriklan di Komuter Line Basutra, silakan menghubungi Instagram @komuterline atau KA Komuter Bandara. ഇതെല്ലാം അടിപൊളി സ്റ്റേഷനാട്ടോ. നമ്മൾ ഏകദേശം വന്ദേ ഭാരതിൻ്റെ ഒരു ഫീല്, അതിനേക്കാളും നല്ല ഫീല് കിട്ടുന്നുണ്ട്. പക്ഷേ സീറ്റ് ഇങ്ങനെ കറങ്ങാനൊന്നും പറ്റൂല. പക്ഷെ ബാക്കിയുള്ളതിനെ കൊണ്ടൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ട്രെയിനിൽ നമുക്ക് ഏകദേശം ഒരു 35,000 അല്ലെങ്കിൽ 40,000 റുപ്യക്കൊക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ ബസ്സിന് കൊടുക്കുന്നതിൻ്റെ നേരെ പകുതി പൈസക്ക് 200 രൂപയ്ക്ക് നമുക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലോട്ട് എത്താൻ പറ്റും. അന്ന് പക്ഷേ എനിക്കത് കറക്റ്റ് മൈൻഡിൽ കുടുങ്ങിയില്ല. അപ്പോൾ അതാണ് എനിക്ക് അന്ന് വീഡിയോ ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഓർത്തിരിക്കുക. ഇന്തോനേഷ്യ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ജക്കാർത്ത എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ വഴി നിങ്ങൾക്ക് സിറ്റിയിലോട്ട് വരാൻ പറ്റും. ഓക്കെ, കാര്യം ഞാൻ ഇപ്പോൾ തിരിച്ചു പോകുന്നത് ട്രെയിനിലാണ്. ബസ്സിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് ട്രെയിന്. നല്ല അടിപൊളി സംഭവമാണ്. പ്രൈസും കുറവാണ്. അതിൻ്റെ ബസ്സിന് കൊടുക്കുന്നത് നേരെ പകുതി പൈസയേ ഉള്ളൂ. ഓക്കെ, പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ സ്ലമ്മൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ബാത്റൂം ഉണ്ട് തോന്നുന്നില്ല കേട്ടോ. ബാത്റൂം ഉണ്ട് കേട്ടോ. കാര്യം ഇത് എയർപോർട്ടിലേക്ക് മാത്രമല്ല, വേറെ പല സ്ഥലത്തോടും സർവീസ് നടത്താനുണ്ട്. പക്ഷേ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ മാത്രമേ ഒരു അടിപൊളിയായി നമുക്ക് കാണാൻ പറ്റും. ബാക്കി ഞാൻ നേരത്തെ ഒരു ട്രെയിൻ കാണിച്ചു തന്നില്ല, അത് അത്ര ഒരു സുഖമില്ലാത്ത ട്രെയിനാണ്. നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള ചെറിയൊരു ടോയ് ട്രെയിൻ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇതങ്ങനല്ല, ഇത് അടിപൊളിയാണ്. കാരണം ടൂറിസ്റ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഇതായിരിക്കുമല്ലോ. പിന്നെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. എൻ്റെ അമ്മോ പൊളി, കിടു എന്ന് വെച്ചാൽ കിക്കിടു കാര്യത്തിലോ. അത് നമുക്കൊരു ഇതില്ല കേട്ടോ, ലോക്കാക്കാനൊക്കെ പറ്റും. നല്ല വൃത്തിയുണ്ട് കേട്ടോ, അടിപൊളി. ഒരു ഫ്ലൈറ്റ് കയറിയ ഫീൽ ഉണ്ട്. എന്തായാലും ഇപ്പോൾ കാര്യം സാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരെയും കൊണ്ട് തിരിച്ചു പോകാം. പിന്നെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. വന്ദേ ഭാരതൊക്കെ പോലെ തന്നെ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്, അതുപോലെ അടുത്ത സ്റ്റേഷൻ ഏതാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കും. സിമ്പിൾ.